നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഗുണ്ടാത്തലവൻ ഓം പ്രകാശ് അറസ്റ്റിൽ. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ നിശാ ക്ലബിൽ ഗുണ്ടാ സംഘങ്ങളുടെ തമ്മിലടിയിലാണ് അറസ്റ്റ്. ഇന്നലെ രാത്രി കഴക്കൂട്ട് നിന്നാണ് ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തത്. ബി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, ബാറിലെ സംഘടനവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, നിരവധി കേസുകളുണ്ട്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ നമ്മുടെ നഗരത്തിലൂടെയൊക്കെ വല്ലാതെ വിലസുകയായിരുന്നു. പോലീസുകാരുടെയൊക്കെ ഒത്താശ ഈ വിലസലിന് ബില്ലുണ്ട് എന്ന ആരോപണവും ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്? വലിയ സമ്മർദ്ദം പോലീസ് മേലുണ്ട്. കാരണം ഈ കേസിലെ മറ്റു പ്രതികളിൽ ഏതാണ്ട് 9 പേരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഓം പ്രകാശിന്റെ എതിർ സംഘത്തിലുള്ള എയർപോർട്ട് സാജനും മകനും ഉൾപ്പെടെ മകൻ ഡാനിയും ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിരുന്നു. ഈ ഓം പ്രകാശിന് നോട്ടീസ് നൽകിയിട്ടും രാത്രി വരെ പോലീസ് സ്റ്റേഷനിലെത്താനോ കീഴടങ്ങാനോ തയ്യാറായില്ല. ഒടുവിൽ പോലീസ് രാത്രിയോടുകൂടി ഓം പ്രകാശിനെ കഴക്കൂട്ടത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അയാൾ പോലീസ് സ്റ്റേഷനിലുണ്ട്, ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അധികം വൈകാതെ രാവിലെ തന്നെ ഓം പ്രകാശിന് ജാമ്യം നൽകും. മറ്റ് കേസുകളും അയാളുടെ പേരിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാറണ്ട് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓം പ്രകാശിന് ഇന്ന് ജാമ്യം കിട്ടും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും പോലീസ് നടത്തുന്നു. 75ഓളം പേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത്. അതിൽ 10 പേരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തു. ബാക്കി കുറച്ചുപേരെ കൂടി ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നഗരത്തിൽ ഗുണ്ടകളുടെ ശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവല്ലത്ത് ഒരു ബാറിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ആളുകളെ ബഹളമുണ്ടാക്കുന്നു പറഞ്ഞ അവിടെ പരിശോധനയ്ക്ക് പോയി പോലീസ് ഉദ്യോഗസ്ഥരുടെ തല അടിച്ചു പൊട്ടിക്കുന്ന സംഭവങ്ങളുണ്ടായി. പലയിടത്തും ഇത്തരത്തിൽ പോലീസ് ഈ ഗുണ്ടകൾ വിലസുന്നുണ്ട്. ഈ ഓം പ്രകാശ് തന്നെ ഈ ബാറിലെ സംഭവത്തിന് ശേഷം ഈ ഫിലിം ഫെസ്റ്റിവൽ വേദികളിലടക്കം മണിക്കൂറുകളോളം കറങ്ങി നടന്നിരുന്നു. അതും പോലീസിന് നാണക്കേടായ സംഭവമാണ്. ആ സാഹചര്യത്തിലാണ് ഓം പ്രകാശ് ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത്. കൂടുതൽ പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നു. ഗുണ്ടകളും പോലീസുകാരും തമ്മിലുള്ള വിശുദ്ധ ബന്ധം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ആ ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിരുന്ന് സത്കാരത്തിൽ മദ്യസത്കാരത്തിൽ ഗുണ്ടകളും പോലീസും ഒരുമിച്ച് പങ്കെടുത്തത് പോലീസിനാകെ നാണക്കേടായിരുന്നു. ആ വിഷയത്തിലും പോലീസിന്റെ അന്വേഷണം, സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് ഈ ഗുണ്ടകളുടെ വിളയാട്ടം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അരുണ്. ബാറുകളിൽ സംഘടനമുണ്ടാകുന്നു, അല്ലാതെ ഇവർ തമ്മിലുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നു, പോലീസുകാരുടെ സാന്നിധ്യം പോലും ഇവർക്കൊപ്പം ഉണ്ടാകുന്നു, പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നു. അങ്ങനെ ഈ ഒരു അറസ്റ്റ് എന്നതിനപ്പുറം കാര്യമായ മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നതല്ലോ. ഇവരിനിയും ജാമ്യത്തിൽ പുറത്തിറങ്ങും, വീണ്ടും പഴയ പ്രവർത്തനങ്ങൾ തുടങ്ങും, അവരുടെ വിലസൽ ആരംഭിക്കും. അങ്ങനെ അല്ലാതെ ഇവരെ പൂർണ്ണമായും അമർച്ച ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണമായും ഇവരെ അഴിക്കുള്ളിലാക്കുക, അത്തരം പ്രവർത്തനങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ എത്തില്ലല്ലോ. ഇതിനെയും സ്ഥിരമായി ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാം. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ നാളുകൾ അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട കേസുകളിലെ പ്രതികൾ പോലും പോലീസിന്റെ കസ്റ്റഡിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും പെട്ടെന്ന് വളരെ വേഗം ജാമ്യം കിട്ടുന്നു. ഈ ഇഞ്ചക്കൽ സംഭവത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത്. കാരണം അവിടെ ആർക്കെങ്കിലും ഉറവേൽക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സാധാരണഗതിയിൽ ഈ വലിയ കുറ്റകൃത്യങ്ങൾ പിടിക്കുമ്പോൾ പോലും അവർക്ക് അധികം വൈകാതെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ന് സൂചിപ്പിച്ച പോലെ യഥേഷ്ടമാർക്ക് പുറത്തു വരാനും വീണ്ടും ഇത്തരം ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടാനും അവസരം ഒരുക്കുന്നത്. ഈ ഒരു കേസിൽ പ്രതികൾക്കപ്പെട്ടാൽ തന്നെ അവരെ കസ്റ്റഡി എടുക്കുന്നത്, പ്രത്യേകിച്ച് ഓം പ്രകാശിനെ കഴിഞ്ഞ ഇതിനു മുമ്പ് പാറ്റൂരിൽ നടന്നൊരു ഒരാളെ വെട്ടിയതുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ അറസ്റ്റ് ചെയ്ത് തന്നെ മാസങ്ങൾ കഴിഞ്ഞാണ്. മാസങ്ങളോളം അയാൾ കേരളത്തിലും കേരളത്തിന് പുറത്ത് കർണാടകയിലും മുംബൈയിലും ഗോവയിലുമൊക്കെ ഒഴിവിൽ കഴിഞ്ഞു. ഒടുവിൽ മാസങ്ങൾ നീണ്ട അന്വേഷണ ശേഷമാണ് ഓം പ്രകാശിനെ കസ്റ്റഡി എടുക്കാൻ പോലീസിനെ കഴിഞ്ഞത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. കൃത്യമായി ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ തന്നെ പോലീസ് അവരുടെ സാമ്പത്തിക വഴികളെല്ലാം അടയ്ക്കും, ബാങ്ക് അക്കൗണ്ടൊക്കെ മരവിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോഴും വളരെ കൃത്യമായി അവർക്ക് ആഡംബര ഹോട്ടലുകളിൽ താമസിക്കാനും വലിയ ആഡംബര ജീവിതം നയിക്കാനും ഒക്കെയുള്ള പണം ലഭിക്കുന്നു. അതിന് പോലീസിൽ നിന്ന് തന്നെ സഹായമുണ്ട് എന്ന തരത്തിലുള്ള വിമർശനമുണ്ട്. ഈ ഓം പ്രകാശ് നേരത്തെ രക്ഷപ്പെട്ടു പോയ സംഭവത്തിലുമൊക്കെ പാറ്റൂർ സംഭവത്തിലുമൊക്കെ അയാളുടെ സഹായിച്ച ആരൊക്കെ എന്ന കാര്യത്തിൽ അന്വേഷണം വേണം. രക്ഷപ്പെടാൻ സഹായിച്ചവർ, ഒളിവിൽ പാർക്കാൻ സഹായിച്ചവരൊക്കെ ആരെന്ന് കണ്ടെത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നു. പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. പക്ഷേ അതൊരു പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം ഓം പ്രകാശുമായിട്ടുള്ള നിരന്തര സമ്പർക്കമുള്ളവരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ ഒരുപക്ഷെ ആ പട്ടിക പരിശോധനയിൽ തന്നെ വന്നപ്പോൾ ഞെട്ടിക്കുന്ന പേരുകളുണ്ട് എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. അതോടുകൂടി ആ അന്വേഷണം പാതി വഴി നിലച്ചു. അങ്ങനെ വളരെ കൃത്യമായി ഇത് ഒരു ഓം പ്രകാശിന്റെ മാത്രം കാര്യമല്ല, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഗുണ്ടാ നേതാക്കൾക്കൊക്കെ ഇത്തരത്തിൽ വലിയ സംരക്ഷണം പോലീസ് ഉന്നതരിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതാണ് സാഹചര്യം. ഏതായാലും ഓം പ്രകാശിനെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്നലെ രാത്രിയിലാണ് അറസ്റ്റ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്തെ ഫിലിം ഫെസ്റ്റിവൽ വേദിയിലും സിറ്റിയിലുമൊക്കെ ഓം പ്രകാശിനെ ഒരുപാട് ആളുകൾ കണ്ടവരുണ്ട്. പക്ഷേ നമ്മുടെ പോലീസ് മാത്രം കുറേ ദിവസം ഓം പ്രകാശിനെ കണ്ടില്ല. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വന്നു, വലിയ സമ്മർദ്ദത്തിൽ. ബി അരുൺ